ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഏത്തയ്ക്ക ഉപ്പേരി തയ്യാറാക്കാം. ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ശുദ്ധമായ ചക്കിലാട്ട വെളിച്ചെണ്ണയിൽ വീട്ടിൽ തന്നെ നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വിളഞ്ഞ നേന്ത്രക്ക തന്നെ മേടിക്കണം. അത് നല്ല ഉരുണ്ട കാ നോക്കി മേടിക്കണം. നമുക്കിവിടെയൊക്കെ നാടൻ കായ എന്ന് പറയുന്നത് ശാസ്താംകോട്ടയിലെയാണ്. അവിടെ നിന്നാണ് ഇവിടെയൊക്കെ കിട്ടുന്നത്. പിന്നെ പാണ്ടിക്കായ എന്നും പറയും. അപ്പം നാടൻ കായ ആണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അത് നല്ല വലിയ കാ നോക്കി മേടിച്ചാൽ നല്ല ചിപ്സ് ഉണ്ടാക്കിയാലും നല്ല കാണാനും ഭംഗിയാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചിപ്സൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഉരുളി വെച്ചിട്ട് നല്ല എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ടാൽ മതിയാകും. ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ലൈന് കലക്കി വെക്കണം. അതിലൊരു സ്പൂൺ ഒഴിച്ചിട്ട് നമുക്കത് പകുതി മൂപ്പാകുമ്പം ഉപ്പ് തളിച്ച് വറുത്തെടുക്കാം. നമുക്ക് ഉപ്പ് തളിച്ചിട്ട് പാകമാവുന്ന ഒരു പ്രാവശ്യം നമുക്കെടുത്ത് മൂത്ത് കഴിയുമ്പോൾ കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉപ്പിൻ്റെ അളവ് എത്ര മാത്രം വേണമെന്ന്. നമുക്ക് കുറവാണെങ്കിൽ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ കലക്കി ചേർത്താൽ മതിയാകും. നല്ല കുറച്ച് ഇളക്കി ഒന്ന് തിരിച്ചിട്ട് ഒട്ടിയിരിക്കുന്നതെല്ലാം പതുക്കെ ഒന്ന് കൊട്ടി കൊടുക്കാമെങ്കിൽ അതെല്ലാം ഒന്നൊന്നായിട്ട് മാറിക്കോളും. അങ്ങനെ നല്ല ഒരു മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല കളറായിട്ട് ചിപ്സ് നമുക്ക് വറുത്തെടുക്കാം. 3-4 കിലോ വരെ നമുക്കൊരു ദിവസം വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ 3 കിലോ വരെയാണെങ്കിലും വലിയ പാടില്ലാതെ നമുക്ക് വറുത്തെടുക്കാം. പകുതി പിന്നൊരു ദിവസം വറുത്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ടത് ചെയ്തെടുക്കാൻ പറ്റും. ഉപ്പേരിയൊക്കെ നമ്മൾ ഓണം കഴിഞ്ഞാലും കുറച്ച് ദിവസം വരെ നമുക്ക് വീട്ടിൽ ഇരിക്കും, കേടായി പോവുകയില്ല. സ്കൂളൊക്കെ തുറക്കുമ്പോഴും സ്കൂളിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കുകയും ചെയ്യാം. പിന്നെ 3-4 കിലോ വരെ നമുക്ക് സാധാ ഓണത്തിനൊക്കെ വറുത്തെടുക്കാം. നമ്മളങ്ങനെ ചിപ്സെല്ലാം നല്ലപോലെ മൂത്ത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഓണത്തിന് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പലഹാരമാണല്ലോ ചിപ്സ്. അപ്പം നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക.